ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ റാഫ സൈനിക നടപടിയിൽ ഇതുവരെ 300 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ ഗവൺമെന്റ് വക്താവ് ഡേവിഡ് മെൻസർ വ്യക്തമാക്കി. ഗാസ ഈജിപ്ത് അതിർത്തിയായ റാഫയിൽ അഭയം തേടിയ സാധാരണക്കാർക്കൊപ്പം ഹമാസ് ഭീകരരുമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ബാഹ്യമായ പ്രതിഷേധത്തെയും രാജ്യാന്തര സമ്മർദ്ദത്തെയും വകവയ്ക്കാതെ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോയത്. തെക്കൻ ഗാസ നഗരമായ റാഫയിൽ മെയ് 6-ന് ആരംഭിച്ച ഇസ്രായേൽ സൈനിക നടപടികളിൽ ഇതുവരെ 300 തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. ഭീകരരിൽ ചിലർ റാഫയിലെ ജനവാസ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ സൈനികർ ഹമാസ് തീവ്രവാദികളോട് കനത്ത ഏറ്റുമുട്ടലാണ് നടത്തിയതെന്നും ഇസ്രായേൽ വക്താവ് ഡേവിഡ് മെൻസർ വെളിപ്പെടുത്തി. ഗാസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള ഒരു ബഫർ സോണിന്റെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തു. ഇതോടെ 7 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്താനായി ഇസ്ലാമിക് തീവ്രവാദ സംഘടനയായ ഹമാസ് ഉപയോഗിച്ചിരുന്ന വഴി ഇസ്രായേൽ ബഫർ സോൺ പിടിച്ചടക്കിയതോടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാനും ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുവാനും UN ഉന്നത കോടതിയായ ICJ ഉത്തരവിറക്കിയിരുന്നു. ഇസ്രായേൽ റാഫയിൽ ഹമാസ് ഭീകരരെ വേരോടെ പിഴുതെറിയുമെന്നും ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള രഹസ്യാന്വേഷണ നേതൃത്വത്തിലുള്ള സേനാ നടപടികളിൽ പരിമിതമായ സൈനികരെയാണ് ഉപയോഗിക്കുന്നതെന്നും ഡേവിഡ് മെൻസർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.